പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. മഴക്കാലമായാൽ നമ്മുടെ ചുറ്റുപാടും ഹരിതാപത്തോടും തൂകുന്ന ഒത്തിരിയേറെ ചെടികളും വൃക്ഷങ്ങളുമൊക്കെ നിറയെ ഇലകളും പൂക്കളുമൊക്കെയായിട്ട് നമ്മോട് ചുറ്റും നമുക്കൊപ്പം നൃത്തം വെച്ചുകൊണ്ട് ആയിരിക്കും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചാൽ എന്നപോലെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അവ മെല്ലെ തങ്ങളുടെ തല ഉയർത്തി നോക്കുന്നു. എന്നിട്ട് ദൈവസ്വരം ശ്രവിച്ച് അതിൻ്റെ പുതിയ നാമ്പുകൾ ഭൂമിയിൽ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ദൈവത്തിന് സ്തുതി പാടുന്നു. ഈ ചെടികളെക്കുറിച്ച്, ഈ വയലിലെ പുഷ്പങ്ങളെ പോലെയുള്ള കഥകളൊക്കെ നമ്മൾ ബൈബിളിൻ്റെ ഏടുകളിലൂടെ താളുകളിലൂടെ മറിക്കുമ്പോൾ കാണുന്നതാണ്. ഒരു ചെറിയ ചെടിക്ക് പോലും അതിൻ്റേതായ ധർമ്മവും അതിൻ്റെ സൗരഭ്യവും ഉണ്ടെന്ന് ബൈബിളിലൂടെ നമ്മളെ ഈശോ പഠിപ്പിക്കുന്നുമുണ്ട്. വയലിലെ പുഷ്പം വിടരുകയും അത് വാടിപ്പോവുകയും ചെയ്യുന്നു എന്നൊക്കെ ബൈബിളിൽ പറയുമ്പോൾ അതിനും ഒരു ധർമ്മം ഈ ഭൂമിയിലുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും കോൺക്രീറ്റ് വീടുകളും ഇൻ്റർലോക്ക് മുറ്റങ്ങളുമൊക്കെ ആണെങ്കിലും ചെടിച്ചട്ടികളിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുവാനും ടെറസിൽ കൃഷി ചെയ്ത് പച്ചക്കറികൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത് എടുക്കുവാനുമൊക്കെ നാം ഒത്തിരിയേറെ ഉത്സാഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് നമ്മുടെ ഔഷധ സസ്യങ്ങളെ കൂടി നമുക്ക് അംഗങ്ങളായി ഉൾപ്പെടുത്താം. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഓരോ ചെടികളെക്കുറിച്ചും നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. ഹൃദയത്തിനും മനസ്സിനും ആനന്ദവും സന്തോഷവും നൽകുന്ന ഈ പ്രകൃതിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് ബ്രഹ്മി എന്ന ഔഷധ ചെടിയെക്കുറിച്ചാണ്. മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ചെടിയാണ് ബ്രഹ്മി. ബ്രഹ്മി എന്ന വാക്കിൻ്റെ ലിറ്ററലി മീൻസ് എനർജി എന്നാണ്. വാട്ടർ ഹീസോപ്പ് അല്ലെങ്കിൽ ഹെർബ് ഓഫ് ഗ്രേസ് എന്നൊക്കെ ബ്രഹ്മിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതൽ ബ്രഹ്മി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ പരാമർശിക്കുകയും ആയുർവേദ ആചാര്യന്മാർ പുസ്തകങ്ങളിൽ ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച്, അതിനേക്കാൾ ഉപരി ഇത് ഒരു മേധ്യ രസായനമായി കണക്കാക്കി ഇതിനെ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ബ്രഹ്മി എന്ന ഔഷധ സസ്യത്തെ നമുക്കറിയാം. ഇത് നിലത്ത് പടർന്ന് വളരുന്ന ഒരു ഔഷധ സസ്യമാണ്. 1 മീറ്ററോളം നീളത്തിൽ ഇത് പടരുന്നു. ഇതിൻ്റെ ഇലകൾ ക്ലസ്റ്ററായിട്ട് 1, 2, 3 ഇലകളൊക്കെ ആയിട്ട് ഒന്നിച്ച് കൂട്ടത്തോടെയാണ് ഓരോ തണ്ടിലും കാണപ്പെടുന്നത്. ഏകദേശം ഒരു 6 ഇഞ്ച് നീളത്തിൽ ഇത് പൊക്കം വയ്ക്കും. അതിൻ്റെ ബ്രാഞ്ചുകൾ അതുപോലെ തന്നെ പടരുകയും ചെയ്യും നീളത്തിൽ.
ഇല നമുക്കറിയാം, ഇതിൻ്റെ തണ്ട് മുറിച്ചാണ് നമ്മൾ നട്ട് വളർത്തുന്നത്. വളരെ വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് ധാരാളമായിട്ട് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഇല ഒരു കോയിൻ ഷേപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ടായ സെറിബെല്ലത്തിൻ്റെ ഷേപ്പിലാണ് ഇലകൾ കാണപ്പെടുക. ഈ ഇല ചതയ്ക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി പത ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നതാണ്. വളരെ വെളുത്ത കുഞ്ഞു പൂക്കളാണ് ഇതിനുണ്ടാവുക. ഈ പൂക്കൾ വർഷത്തിൻ്റെ എല്ലാ മാസവും തന്നെ ചെടികളിൽ നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. 5 ഇതളുകളുള്ള ഈ പൂവിൽ, ഇതിൻ്റെ വെളുത്ത പൂവാണെങ്കിലും അതിൻ്റെ സൈഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇളം പർപ്പിൾ കളറുകളുണ്ട്. ഈ പൂക്കൾക്ക് 5 പെറ്റൽസ് ആണുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ചെടിയുടെ തണ്ട് ഒത്തിരി ഫ്ലഷി ആയിട്ട് ഒത്തിരി ജലാംശം അടങ്ങിയിരിക്കുന്ന തണ്ടുമാണ്. ബ്രഹ്മി എന്ന ഔഷധ സസ്യം നമുക്കറിയാം, അത് സമൂലം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വേര് തുടങ്ങി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രാചീന നൂറ്റാണ്ടുകളിൽ ഇത് ഒരു ബ്രെയിൻ ടോണിക്കായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. മാനസികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകൾക്കും അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യം എന്ന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് കുട്ടികളിൽ ഓർമ്മശക്തി ഇല്ലാതാവുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശക്തമാണെങ്കിലും പഠിക്കാൻ ഒരിത്തിരി ഐക്യു കുറയുന്ന അവസ്ഥ, ഈ അവസ്ഥകളിലൊക്കെ നമുക്ക് ബ്രഹ്മി നിത്യേനയായി നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രഹ്മി ഉപയോഗിക്കുന്ന വിധം വീടുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്, ഒന്ന് ബ്രഹ്മി പച്ചയ്ക്ക് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതൊരു കൽക്കമായിട്ട് അല്ലെങ്കിൽ ഗുളിക രൂപത്തിൽ നമുക്ക് അരച്ചെടുത്ത് ഉപയോഗിക്കാം. ബ്രഹ്മി ഇല അത് തണ്ടോടുകൂടി പറിച്ച് എടുത്ത് തണലിൽ ഉണക്കി പൊടിച്ചതിന് ശേഷം ആ പൗഡർ നമുക്ക് നിത്യവും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ 3 തരത്തിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് ബ്രഹ്മി ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഇനി പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ഓരോ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അതിനേതെങ്കിലും വ്യത്യാസം വരുമ്പോൾ നമ്മളത് മാറ്റി പറയുന്നതായിരിക്കും. നമ്മുടെ ലിവർ, കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെയും നിത്യേന ബ്രഹ്മിയുടെ ഉപയോഗം വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കരളിൽ അടിയുന്ന വിഷാംശങ്ങളെ വലിച്ചെടുത്ത് കളയുവാനൊക്കെ ബ്രഹ്മിക്ക് സാധിക്കും. ബ്രഹ്മി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്ത് രക്തത്തിൻ്റെ രക്തത്തിൻ്റെ ഒഴുക്കിനെ ക്രമീകരിച്ചുകൊണ്ട് ബ്ലഡ് പ്രഷർ ലോ ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. അതേസമയം ഒത്തിരി ലോ ബ്ലഡ് പ്രഷർ ആയിട്ടുള്ളവർ നിത്യേന ബ്രഹ്മി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. വീണ്ടും ബ്ലഡ് പ്രഷർ താഴാനുള്ള കാരണവും അതാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ബുദ്ധിയുടെ ശക്തി കൂട്ടാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെയായിട്ട് ബ്രഹ്മി പൗഡർ 1 ടീസ്പൂൺ വീതം എന്നും തിളപ്പിച്ചാറിയ പാലിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും തന്നെ ബ്രഹ്മിയുടെ നിത്യ ഉപയോഗം വളരെ ഫലപ്രദമായിട്ട് അസുഖങ്ങൾ മാറാനായിട്ട് സഹായിക്കും. കാരണം ഇതിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം മുടി കൊഴിച്ചിൽ, ആസ്മ, കുഷ്ഠം, പ്രമേഹം, ഇങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളും കുറയാനായിട്ട് ബ്രഹ്മി നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. അത് കൽക്കമായിട്ടോ അല്ലെങ്കിൽ ഗുളികയായിട്ടോ പൗഡറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞോ ദിവസേന വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ശബ്ദം നന്നാകാനായിട്ട് നമുക്കറിയാം വയമ്പ്, അതുപോലെ തന്നെ വാൽമുളക്, കടുക്ക, അതോടൊപ്പം ബ്രഹ്മിയും ചേർത്ത് സമം എടുത്ത് ഉണക്കലരിയും ചേർത്ത് നന്നായിട്ട് അരച്ച് അത് കുറുക്കിയെടുക്കുക. കരിപ്പെട്ടിയും ചേർത്ത് കുറുക്കിയെടുത്തതിന് ശേഷം അത് ദിവസേന 2 നേരം കഴിക്കുമ്പോൾ നമ്മുടെ ശബ്ദം നന്നാവാനായിട്ട് സഹായിക്കും. ബ്രഹ്മിയോടൊപ്പം തന്നെ വിഷ്ണുക്രാന്തി, അതൊരു ചെറിയ ചെടിയാണ്, ഈ നാട്ടിൽ അധികം കാണാറില്ല. അത് കിട്ടുകയാണെങ്കിൽ അതും ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക്, പച്ചവയമ്പ്, കടുക്കത്തോട് ഇവ സമം ചേർത്ത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, കഷായം വെച്ചോ അല്ലെങ്കിൽ കുറുക്കിയെടുത്തോ അത് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ നീരായിട്ട് ഉപയോഗിച്ചാലും വിക്കിന് ഒത്തിരി ആശ്വാസം ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളിലുണ്ടാകുന്ന വിക്ക്, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇവയ്ക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു മരുന്നാണിത്. നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അത് ചിലപ്പോൾ ശരീരത്തിൽ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് അത് ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും കാരണമാകാറുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ ബ്രഹ്മി ഒരു ഫ്രീ റാഡിക്കലായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ കോശങ്ങളെയൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അസുഖങ്ങളെ ഒരു പരമാവധി വരെ തടഞ്ഞു നിർത്തുവാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് ഡയബറ്റിക്, അതുപോലെ ക്രോണിക് ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഇങ്ങനെയുള്ള പല അസുഖങ്ങളെയും ഒരു പരിധിവരെയും തടഞ്ഞു നിർത്തുവാനായിട്ട് ബ്രഹ്മിക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും കാണാം, എല്ലാവർക്കും ഡ്രൈ സ്കിന്നായിട്ട് ശരീരത്തിൽ പൊളിഞ്ഞു വരിക അല്ലെങ്കിൽ വര വീഴുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ബ്രഹ്മി കൽക്കമായി ചേർത്തുകൊണ്ട് കാച്ചിയെടുക്കുന്ന എണ്ണ നമ്മുടെ ശരീരത്തിൽ പുരട്ടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകൾ അല്ലെങ്കിൽ വര വീഴുന്നൊരവസ്ഥ, ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ, ഇവയിൽ നിന്നെല്ലാം ഇതിന് മോചനം ലഭിക്കുന്നതാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരസുഖമാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, മനസ്സിനെ പെട്ടെന്ന് ചഞ്ചലപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ വാശി പിടിക്കുക, ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളിലും കുട്ടികൾക്ക് ചെറുപ്പം മുതലേ തന്നെ ബ്രഹ്മിഘൃതം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ബ്രഹ്മിഘൃതം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ അത് എവിടെയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഘൃതമാണ്. അതിനൊരിത്തിരി കയ്പുള്ളത് കൊണ്ട് തന്നെ തേൻ ചേർത്താണ് ബ്രഹ്മിഘൃതം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ബ്രഹ്മിഘൃതം എന്ന് പറയുമ്പോൾ നെയ്യാണ്. നെയ്യും തേനും നമുക്ക് ഈക്വലായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഘൃതം എന്ന് പറയുന്നത് നെയ്യ് കൂടുതലായിട്ട് എടുത്താൽ തേൻ കുറച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ തേൻ ഒരിത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മിഘൃതം നെയ്യ് കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ എടുത്തുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്നത് 5 തുള്ളി നെയ്യ്ക്ക് 2 തുള്ളി തേൻ ചേർത്താണ് കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ധാരണാശക്തി, ബുദ്ധി, ഓർമ്മശക്തി ഇവയൊക്കെ വളരുകയും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഹൈപ്പറായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറാനും അവർക്ക് സഹായകമാകുന്ന ഒരു ഔഷധമാണ് ബ്രഹ്മി. നമ്മളിനി കാണാൻ പോകുന്നത് ബ്രഹ്മിയെക്കുറിച്ചാണ്. ബ്രഹ്മി നമ്മളുടെ എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്തും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ടുള്ള സ്ഥലത്ത് ബ്രഹ്മി ഉണ്ടാകും. ഇങ്ങനെ ഈ ബ്രഹ്മിയെ നമ്മൾ പല തരത്തിലുള്ള മെഡിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബ്രഹ്മിയെ നമ്മൾക്ക് ഈ ബ്രെയിനിൻ്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്വരം നന്നാകാൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്വരം നന്നാകാനും ഈ ഓർമ്മശക്തിക്കും ഒക്കെ നമ്മൾ ഈ ബ്രഹ്മി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു മെഡിസിൻ ഉണ്ടാക്കാം. സ്വരം നന്നാകാനും അതുപോലെ തന്നെ നല്ല ശബ്ദം, പാട്ട് പാടാനും ഒക്കെ നല്ല ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട്, സ്വരം അടഞ്ഞു പോയെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെഡിസിൻ ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് ബ്രഹ്മി ഒരു 10 ഗ്രാം, ഒരു 20 ഗ്രാം ബ്രഹ്മി എടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് വയമ്പ് ഒരു 20 ഗ്രാം വയമ്പ് നമുക്ക് വേണം. അതുപോലെ തന്നെ വയമ്പ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബ്രഹ്മി എടുത്തു, പിന്നെ നമ്മൾ വയമ്പ് എടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് കടുക്ക, ഇത് അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് പൊട്ടിച്ചെടുത്ത കടുക്കായാണ് ഈ കാണുന്നത്. അതുപോലെ നമുക്ക് വേണ്ടത് വാൽമുളക് എന്ന് പറയുമ്പോൾ സാധാരണ ഞെടുപ്പുള്ള മുളക് അങ്ങനെയല്ല. ഈ മുളക് കുരു പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിനൊരു വാല് പോലെ ഇങ്ങനെ അതിനൊരു ഞെടുപ്പും കൂടിയുണ്ട്. അപ്പോൾ ഇതിന് വാൽമുളകെന്ന് പറയും. ഇതിന് നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പം ഈ വാൽമുളകും കടുക്ക പൊട്ടിച്ചതും വയമ്പും ബ്രഹ്മിയും ഇത്രയും പിന്നെ നമുക്ക് വേണ്ടത് ആടലോടകത്തിൻ്റെ ഇലയാണ്. ആടലോടകത്തിൻ്റെ ഇലയും നമുക്കൊരു പിടി വേണം. ഇങ്ങനെ ഇത്രയും സാധനം നമ്മളെടുത്ത് ഇത് നന്നായിട്ട് ചതയ്ക്കുന്നു. കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുന്നു. അതായത് ബ്രഹ്മിക്ക് അധികം ചതവ് വേണ്ടാത്തത് കൊണ്ട് ബ്രഹ്മി ആദ്യം ചതച്ച് മാറ്റി വെക്കുന്നു. അതിനുശേഷം ആടലോടകം പച്ചയായിട്ട് ചതച്ചെടുക്കുന്നു. വീണ്ടും ഈ വയമ്പ് അല്പം നന്നായിട്ട് ഇടിക്കണം. അങ്ങനെ നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കുന്നു. ഈ കടുക്ക പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ കായെടുത്ത് കളഞ്ഞ് പൊട്ടിച്ചതാണ് വേണ്ടത് 10 ഗ്രാം. എല്ലാം ഇങ്ങനെ 10 ഗ്രാം വീതം എടുത്തിട്ട് ഇതിനെ നമ്മൾ ഒരു 200 മില്ലി വെള്ളമെടുത്ത്, അതായത് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മരുന്നുകൾ, ചതച്ച മരുന്നുകളെല്ലാം കൂടെ ഇടുന്നു. മരുന്നുകളെല്ലാം കൂടെ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു 100 മില്ലി ആക്കി എടുക്കുന്നു. 100 മില്ലി ആക്കി എടുത്തിട്ട് അതിൽ നിന്നും ഒരു 20 മില്ലി കഷായം വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നു. ഇങ്ങനെ ഒരു 4-5 ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും സ്വരം നന്നാവുകയും അതുപോലെ തന്നെ
ശരിക്കും ഈ തൊണ്ടയുടെ വേദനയും എല്ലാം മാറുകയും ചെയ്യും. പിന്നെ ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ഈ കഷായത്തിലേക്ക് നമ്മൾ ഒരു മേമ്പൊടി ചേർക്കാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 20 മില്ലി കഷായം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്വല്പം, അതായത് ഒരു 1/2 ടീസ്പൂണ് തേൻ ചേർക്കുക. തേൻ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുടിക്കുക. അപ്പോൾ ഈ മേമ്പൊടിയും ഇതിന് അത്യാവശ്യമാണ്. അതായത് ഈ മെഡിസിൻ എത്രയും വേഗം എഫക്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തേൻ ചേർക്കുന്നത്. അപ്പോൾ കഷായം കഴിക്കുമ്പോൾ മേമ്പൊടി ചേർക്കണമെന്ന് പറയുന്ന സാധനം നമ്മൾ ചേർത്തിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ശരിയായിട്ട് കിട്ടുകയില്ല. എത്രയും വേഗം പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേൻ അതിനുപയോഗിക്കുന്നത്. ഇനി നമ്മൾ ബ്രഹ്മി കൊണ്ട് വിക്കിനൊരു ഗുളിക നമുക്കുണ്ടാക്കാം. ബ്രഹ്മി കൊണ്ടുള്ള മെഡിസിനാണ് ഇത്രയും സമയം നമ്മൾ നേരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബ്രഹ്മി നമുക്ക് വിക്കിന് ഒരു മരുന്ന് നമുക്ക് കണ്ടെത്താം. അത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വിക്ക് സാധാരണ കൊച്ചു കുട്ടികൾക്ക് മുതൽ ഉള്ളപ്പോൾ തന്നെ ആരംഭിക്കുന്നതാണല്ലോ. ചിലപ്പോൾ 2-3 വയസ്സുള്ളപ്പോഴൊക്കെയാണ് നമ്മൾ വിക്കാണെന്നുള്ള അറിയുന്നത്, അല്ലെങ്കിൽ 4-5 വയസ്സുള്ളപ്പോഴൊക്കെ. ഇങ്ങനെ മക്കൾക്കുണ്ടാകുന്ന ആ വിക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രഹ്മിയെ നമുക്ക് ഉപയോഗിക്കാം. വിക്കിന് നമ്മൾ ഗുളിക ഉണ്ടാക്കാനായിട്ട് പോവുകയാണല്ലോ. അപ്പം വിക്കിന് നമ്മൾ ഗുളിക ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 ഗ്രാം ബ്രഹ്മി നമ്മൾ ഇതിൽ നിന്ന് 5 ഗ്രാം ബ്രഹ്മി, ഏകദേശം ഇത്രയും ബ്രഹ്മി നമ്മൾ എടുത്ത് വെക്കണം. അതിനുശേഷം ഒരു 4 ഗ്രാം കുരുമുളക് നമ്മൾ അതിലേക്ക് എടുക്കുന്നു. വീണ്ടും നമ്മൾ കടുക്ക പൊട്ടിച്ച് എടുത്ത അതിൻ്റെ തൊലി, അതും ഒരു 4 ഗ്രാം നമ്മളെടുക്കുന്നു. ഇങ്ങനെ ഇത്രയും സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ അരയ്ക്കുന്നു. അരച്ച് ഈ സംഭവം അല്പം വെള്ളം ചേർത്തരയ്ക്കാം. ഈ ബ്രഹ്മിയുടെ ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകും. അതുകൂടാതെ സ്വല്പം വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ചേർത്ത് അരച്ച് ഗുളികയാക്കിയിട്ട് ഒരു 2.5 ഗ്രാമുള്ള ഗുളികയാണ് നമ്മൾ ഒരു നേരം കഴിക്കുന്നത്. 6 മണിക്കൂർ ഇടവിട്ട് ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഈ ഗുളിക നമുക്കിത് ഉണക്കി എടുത്ത് വെക്കാം. ഇതുപോലെ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതേ അളവിൽ ഇരട്ടിച്ച് നമ്മൾ എടുക്കാം. അങ്ങനെ എടുത്തിട്ട് ഈ ഗുളിക നമ്മൾ കുറച്ചേറെ ഉണ്ടാക്കി വെക്കാം. ഒരു ഗുളികയുടെ വലിപ്പം ഏകദേശം ഒരു കടല വലിപ്പത്തിലുള്ള ഒരു ഗുളിക മതി. അല്ലെങ്കിൽ ഒരു കാപ്പിക്കുരു വലിപ്പമോ, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പാരസെറ്റാമോൾ ഗുളികയുടെ വലിപ്പം അങ്ങനെ ഏകദേശം നമുക്ക് കാണാം. അങ്ങനെ അതേ വലിപ്പത്തിൽ ഗുളിക നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉണക്കി എടുത്ത് വെക്കാം. നിഴലിൽ ഉണക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിഴലിൽ ഉണക്കിയ ഗുളിക, ഇതുകൊണ്ടുണ്ടാക്കിയ നിഴലിൽ ഉണക്കിയ ഗുളിക ഒരു ദിവസം, അതായത് ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, 6 മണിക്കൂർ ഇടവിട്ട് കഴിക്കണം. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പം നമ്മൾ ഈ ഗുളിക കഴിച്ചാൽ വീണ്ടും 6 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഗുളിക കഴിച്ചിരിക്കണം. അങ്ങനെ ഈ ഗുളിക ഒരു 10-40 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 90 ദിവസത്തേക്ക് നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആ വിക്കിന് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്, സമാധാനം ലഭിക്കുന്നതാണ്. ഇന്ന് നാം കണ്ട ഔഷധ സസ്യം ബ്രഹ്മി നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും മനസ്സിനും ഒത്തിരിയേറെ പ്രദാനം ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും ജീവിപ്പിക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെപ്പോലെ പ്രകൃതിയെ സ്നേഹിക്കാൻ, ഓരോ ചെടികളെയും നിരീക്ഷിക്കാൻ, പഠിക്കാൻ നമുക്കാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ബ്രഹ്മി എന്ന ചെടിയും ഉപയോഗമാക്കാം. നമ്മുടെ തോട്ടങ്ങളിൽ അതിനെ നട്ടു വളർത്താം. അങ്ങനെ അതിനെയും നമ്മുടെ ഔഷധ സസ്യത്തിലെ ഒരു ചെടിയെപ്പോലെ, വീട്ടിലെ ഒരു കൂട്ടുകാരിയെപ്പോലെ നമുക്കും കൊണ്ടു നടക്കാം. നമ്മുടെ ഓരോ ആവശ്യത്തിനും ഈ ചെടി നിത്യേന ഉപയോഗിക്കുകയും ചെയ്യാം. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.